നോമ്പ് 20-ആണ്. ഇന്നത്തെ നോമ്പ് തറ നമ്മളെ പറവണ്ണ ബീച്ചിൽ വെച്ചിട്ടാണ്. അപ്പൊ നമ്മളത് സുഹൈലിന്റെ വണ്ടിയിലാണ് നമ്മൾ പോണത്. ഉമ്മർ പറപ്പൂർ അപ്പൊ അസ്രഫ് കല്ലായി, ഖാലിദ് കരിമ്പനക്കൽ, എല്ലാ പ്രമുഖ വ്യക്തികളും നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള ഏകദേശം ഞങ്ങളൊരു 10-15 ആളല്ല, 10-15 ആള് ആണ് നമ്മള് ഈ നോമ്പ് തുറയില് പങ്കെടുക്കണേ. അപ്പൊ ബാക്കിയുള്ളവര് ഇൻഷാ അല്ലാഹ് ബാക്കിലായിട്ട് വരും. അപ്പൊ ഓക്കെ, പറവണ്ണ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നമ്മളിതൊക്കെ കൊടുക്കുന്നുണ്ട്, ബത്തക്ക. അപ്പൊ നമ്മളെ ഖാലിദിന്റെ വകയാണ് ഇന്ന് നോമ്പ് തുറക്കുള്ള എല്ലാ ഫ്രൂട്ട്സും. അപ്പൊ ഖാലിദിന് അള്ളാഹു കൂടുതൽ ബർക്കത്ത് ചെയ്യട്ടെ. അതാണ്ടോ ഫ്രൂട്ട്സ്, അതേമാതിരി വെള്ളം, പിന്നെ അതുമാതിരി ഇതാ ബുർത്തുക്കാലുണ്ട്, മുന്തിരി ഉണ്ട്, ഇതെല്ലാം ഓൻ്റെ വകയാണ്. പിന്നെ ചെറുനാരങ്ങ, വെള്ളം കലക്കാനുള്ള നാരങ്ങ, പിന്നെ നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യം ഇവിടെ, ടാർപ്പായി, അതേമാതിരി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഉമ്മറ് കാര്യങ്ങള്. പിന്നെ ഇതിലേക്കുള്ള ഭക്ഷണങ്ങള് ഞങ്ങളെ ഓട്ടോറിക്ഷക്കാരായിട്ടുള്ള ഞങ്ങൾ 10-15 ആള് കൂടിയിട്ടാണ് ഇതിലേക്കുള്ള ഭക്ഷണം നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ടീം ഉടനെ എത്തും. ഓക്കെ. പിന്നെ നമ്മളെ ഈ നോമ്പ് തുറക്കുള്ള കോർഡിനേറ്റർ നമ്മളതാ ഉമ്മറാട്ടാ. നമ്മളെ ഈ നോമ്പ് തുറ സംഘടിപ്പിച്ച് നമ്മളെ ഉമ്മറാണ്. അപ്പോൾ എല്ലാവരും വളരെ സജീവമായിട്ട് തന്നെ ഈ നോമ്പ് തുറക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ നോമ്പറക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നല്ല കാറ്റ്, ബദാമിൻ്റെ മരങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ ചുവട്ട് നമ്മളിങ്ങനെ വിശ്രമിക്കുകയാണ് അല്ലേ? അടിപൊളി കാറ്റാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നെന്താ ക്ഷീണം അറിയില്ല അല്ലേ? നോമ്പോട്ട് ക്ഷീണം അവർക്ക് അറിയില്ല. സുഹൈൽ എന്താണത്? ഇതെന്താ മുസല്ല? അതെ, മുസല്ല. നിസ്കരിക്കാനുള്ള മുസല്ലൊക്കെ റെഡിയാണ്. നമ്മൾ സുഹൈലാണ് കൊടുത്തിക്കണേ. ഇതാ അസ്രഫ് ഇതാ ടേബിൾ കൊടുത്തിക്കണേ. പിന്നെ നമ്മളിതാ ഉമ്മർ പറപ്പൂര് ടാർപ്പായി. നല്ല കാറ്റാണ് കടപ്പുറത്ത്. നോമ്പിന്റെ ക്ഷീണം അറിയണില്ല. ഇതാ വെള്ളം ഇവിടെ റെഡിയാണ്. അപ്പൊ നമ്മളത് ക്യാപ്റ്റന്മാർ ബാക്കിലല്ലേ നമ്മളെ അമീർ രായിക്കുട്ടി ആൻഡ് യൂസുഫ്. അപ്പൊ നമ്മളെ സിനുദ ബത്തക്ക മുറ്റാൻ തുടങ്ങി. നല്ല കാട്ട്. സാഫിദ പൊരിക്കടി ആയിട്ട് തന്നെ നമ്മളെ ജാഫറാണ് നമ്മളതിൻ്റെ അമീർ. ജാഫർ എങ്ങനെയുണ്ട്? നമ്മളെ നോമ്പ് തുറനെ കുറിച്ച് 2 വാക്ക് എന്താ പറയാനുള്ളത്? നോമ്പ് തുറ ഇതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ എന്നും നമ്മുടെ നാട്ടിലും വീട്ടിലും ഒതുങ്ങിക്കൂടാതെ അതേമാതിരി ഇങ്ങനെ ഒരു യാത്ര പോയി വൈബൊക്കെ ആസ്വദിച്ച്, പിന്നെ പൈസ ഞാനാണ് ഉദ്ഘാടനം ഈ ഇത് ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. പിന്നെ അപ്പൊ നമ്മളെ ഇതിലേക്കുള്ള ആദ്യ ഫണ്ട് നമ്മളെ ജാഫറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് അഷ്റഫും നമ്മുടെ രായിൻകുട്ടി ഒരുപാട് ബിസിയുള്ള മനുഷ്യനാണ്. നമ്മുടെ സുഹൃത്തിനെ വരെ നീക്ക് കിട്ടി. ഇതുപോലുള്ള ജീവിതത്തിൽ ആദ്യമായിട്ട് കടൽ കാണുന്ന അഷ്റഫ് കണ്ടായി. അതുപോലെ തന്നെ കാലിത യാത്രകള് എവിടേക്ക് പോകാൻ നാരങ്ങളെ നൽകണേ. തേങ്ങ വെച്ചണ് എല്ലാരും കൂടി പിടിച്ച് തന്നാരി അല്ലേ? തന്നാരി സർവത്താണ് നമ്മളോട് വെള്ളം കലക്കണേ. ഭയങ്കര കലക്കണേ.
ഇത് വല്ലാത്തൊരു വൈബാണല്ലേ അപ്പറ ഈ നോമ്പ് തുറന്ന് പറഞ്ഞാല പിന്നെ അതാ ഇത് സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ പോവാണ് അതിന്റെ ജീവിതത്തിൽ നമുക്കൊക്കെ ഓർത്തോർത്ത് വെക്കാൻ പറ്റിയ ഒരു സംഭവങ്ങളാണ് മനുഷ്യന്റെ കാര്യങ്ങളല്ലേ. അതെ രണ്ടാളുകളെ നമ്മൾ നാളെ കാണില്ല. അതുപോലെ കുറെ പൈസ വെച്ചിട്ട് അതെ കാര്യമില്ല. കാര്യമില്ല. തൊട്ടടുത്ത് തന്നെ വേറൊരു ടീം നോമ്പ് തുറക്കാനുള്ള എല്ലാ അതെ സജ്ജീകരണങ്ങളും അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. കാറ്റായതുകൊണ്ട് പാറുണ്ട് ഇതാ നോമ്പ് തുറക്കാനുള്ള ഏകദേശം ടൈമായി. ഇതാ പൊരിക്കടികള് ഏകദേശം ടൈം എത്രയായി? 6:30 മണിയായി. 10 മിനിറ്റ് കൂടി ഉണ്ട് നോമ്പ് തുറക്കാന്. ഭയങ്കര കാറ്റാട്ടോ. അപ്പൊ നമ്മൾ ഈ ടാർപ്പായി ഇതുപോലെയുള്ള ഈ കാർപ്പറ്റൊക്കെ മാറി പോവാണ്. അവിടുന്ന് പോയിട്ട് അവിടുന്ന് വൃത്തിട്ടുള്ളൂ. അപ്പൊ നോമ്പ് തുറക്കാൻ 10 മിനിറ്റ് ഉള്ളൂ. ഞങ്ങൾ ആ എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കണം. അറ്റാക്ക് ചെയ്യണം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ബാങ്ക് വിളിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. നമ്മളിവിടെ നോമ്പ് തുറക്കാന് ബത്തക്ക, പിന്നെ അതുപോലെ ബുർത്തുക്കാല്, പിന്നെ വെള്ളം എന്താണ് നന്നാരി സർവത്തില മുന്തിരി നന്നാരി സർവത്തുണ്ട്. വെള്ളം മിനറൽ വാട്ടറാണ് കൊടുക്കുന്നത്. ഏകദേശം അടുത്തത് ആട്